സിനിമാ താരം കാവ്യമാധവന്റെ അച്ഛൻ മാധവേട്ടന്റെ മരണവാർത്ത ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി അടുത്തറിയാവുന്ന വ്യക്തിയായിരുന്നു മാധവേട്ടൻ. കാവ്യമാധവന്റെ അച്ഛൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതെങ്കിലും അതിനും അപ്പുറത്തൊരു അടുപ്പം അദ്ദേഹവുമായി ഉണ്ടായിരുന്നു. വസ്ത്രവ്യാപാരിയായിരുന്നു മാധവേട്ടൻ. എന്നാൽ സംസാരിക്കുന്നതെല്ലാം സിനിമയെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമായിരുന്നു. മികച്ചൊരു കലാസ്നേഹിയും ശുദ്ധമായ മനസ്സിന്റെ ഉടമയുമായിരുന്നു മാധവൻ. കാവ്യ എന്ന കലാകാരിയെ ഒരു താരമായി മോൾഡ് ചെയ്യുന്നതിൽ മാധവേട്ടന്റെയും ഭാര്യ ശ്യാമളയുടെയും പങ്ക് വളരെ വലുതാണ്. നീലേശ്വരവും കാസർഗോഡ് ജില്ലയും അക്കാലത്ത് സിനിമയ്ക്ക് വേരുകളുണ്ടായിരുന്നൊരു പ്രദേശമേ ആയിരുന്നില്ല. സിനിമയുടെ ചിത്രീകരണം പോലും വളരെ വിരളമായൊരു പ്രദേശമായിരുന്നു അത്. സംഗീതവും നൃത്തവും സ്കൂൾ പഠനത്തിന്റെ ഭാഗമായി ചിലർ പരിശീലിക്കുന്നതിനപ്പുറം നർത്തകിയാകാനോ കലാപ്രവർത്തനം ഒരു കരിയറാക്കി മാറ്റിയെടുക്കാനോ ആരും തയ്യാറായിരുന്നില്ല. മകളെ കലാലോകത്തേക്ക് പിടിച്ചുയർത്താൻ മറ്റാരും ഒപ്പമുണ്ടായിരുന്നില്ല. മാധവേട്ടന്റെ സിനിമാ സ്നേഹം മകളുടെ സിനിമയിലേക്കുള്ള വഴിയായി മാറുകയായിരുന്നു. നാടൻ കലകൾക്കും നാടകങ്ങൾക്കും ശക്തമായ വേരുകളുള്ള ഒരു ദേശം കൂടിയായിരുന്നു നീലേശ്വരവും കാഞ്ഞങ്ങാടും. മാധവൻ ശ്യാമള ദമ്പതികൾക്ക് 2 മക്കളായിരുന്നു. മൂത്ത മകൻ മിഥുൻ, രണ്ടാമത്തെ മകൾ കാവ്യ. ചെറുപ്പത്തിൽ തന്നെ കാവ്യയ്ക്ക് സംഗീതത്തോടും നൃത്തത്തോടും താല്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അതിനായി മകളെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചതും അച്ഛൻ മാധവനാണ്. നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ കലാപാരമ്പര്യം നിലനിന്നൊരു കലാലയമായിരുന്നു. സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും തള്ളാതെ മകൾക്ക് നൃത്തത്തിലും സംഗീതത്തിലും മികച്ച പരിശീലനം നൽകാൻ ആ പിതാവ് മടി കാണിച്ചില്ല. ആ അച്ഛന്റെ ദീർഘവീക്ഷണം ശരിയായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിച്ചു. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള താരമായി കാവ്യ മാറി. മലയാളിയുടെ മനം കവർന്ന നായികയായി മാറിയതിനു പിന്നിൽ മാധവൻ എന്ന പിതാവിന്റെ ജീവിതത്തിന്റെ അർപ്പണം കൂടിയുണ്ട്. മകളുടെ ക്ഷേമവും സിനിമാ ലോകത്തുള്ള ഉയർച്ചയും മാത്രം സ്വപ്നം കണ്ട് ഒരു നിഴലുപോലെ എന്നും കൂടെയുണ്ടായിരുന്നു ആ പിതാവ്. ഈ ലോകത്തോട് വിട പറയുമ്പോഴും മകൾക്കൊപ്പം ചെന്നൈയിലായിരുന്നു മാധവൻ എന്ന സ്നേഹനിധിയായ ആ പിതാവ്. കാവ്യ എന്ന സിനിമാ താരത്തിന്റെ പേരിനൊപ്പം കേട്ട നാമം മാത്രമായിരുന്നു മലയാളികൾക്ക് മാധവൻ. എന്നാൽ മകൾക്കും കുടുംബത്തിനും വേണ്ടി തന്റെ എല്ലാം മാറ്റിവെച്ച സ്നേഹനിധിയായ അച്ഛൻ എന്ന നിലയിലാണ് ഞാൻ മാധവേട്ടനെ ഓർക്കുന്നത്. ജീവിതത്തിന്റെ നല്ലൊരു നാളിൽ മകളുടെ കലാജീവിതത്തിനായി തന്റെ സ്വപ്നങ്ങളും താൻ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ബിസിനസ് ലോകവും ഉപേക്ഷിക്കാൻ ആ പിതാവിന് ഒരിക്കലും 2 വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നീലേശ്വരം എന്ന സ്വന്തം ഗ്രാമത്തിൽ നിർമ്മിച്ച വീടും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചാണ് മാധവേട്ടൻ കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. കാവ്യ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നൃത്ത പഠനത്തിനും മറ്റുമായി കൊണ്ടുപോയി. നീലേശ്വരം രാജാസിൽ പഠിക്കുന്ന കാലത്താണ് കാവ്യമാധവൻ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സ്കൂളിൽ മകളെ നൃത്തം പഠിപ്പിക്കാനും പിന്നീട് സ്കൂൾ യുവജനോത്സവങ്ങളിൽ മത്സരങ്ങൾക്കായി പോയിരുന്നതുമെല്ലാം മാധവേട്ടനാണ്. കാവ്യമാധവനെ ഞാൻ ആദ്യമായി കാണുന്നത് കാറ്റത്തൊരു പെൺപൂവ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. മോഹൻ കുപ്ലേരിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. CV ബാലകൃഷ്ണൻ കഥയും തിരക്കഥയും എഴുതിയ കാറ്റത്തൊരു പെൺപൂവിൽ യമുന എന്നൊരു കഥാപാത്രമായാണ് കാവ്യ അഭിനയിച്ചത്. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു കാവ്യ. കാവ്യയ്ക്കൊപ്പം ലൊക്കേഷനിൽ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കരയിലെ ഒരു നെയ്ത്തുശാലയുടമയുടെ മകനായാണ് ജനനം. നെയ്ത്തും വസ്ത്രവ്യാപാരവും കുടുംബപരമായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായിരുന്നു. വസ്ത്രവ്യാപാര രംഗത്ത് സജീവമായിരുന്നു മാധവേട്ടന്റെ കുടുംബം. യൗവനകാലത്ത് തന്നെ അദ്ദേഹം വസ്ത്രവ്യാപാര രംഗത്ത് സജീവമായിരുന്നു. അക്കാലത്ത് സ്വന്തമായൊരു ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്നതൊക്കെ സ്വപ്ന തുല്യമായിരുന്നു. നീലേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു മാധവേട്ടന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ്. നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയാൽ ആദ്യം കാണുന്നതും മാധവേട്ടന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. കാവ്യയുടെ അഭിമുഖമെടുക്കാനായി നീലേശ്വരത്തെത്തിയപ്പോഴാണ് ആ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ പോകുന്നതും മാധവേട്ടനെ പരിചയപ്പെടുന്നതും. സെലിബ്രിറ്റി മാഗസിന്റെ പ്രതിനിധിയായാണ് ഞാൻ സിനിമാ ലൊക്കേഷനുകളിൽ പോയിരുന്നത്. കാവ്യയുടെ മുഖചിത്രത്തോടു കൂടിയ മാഗസിൻ പ്ലാൻ ചെയ്തു. ജയപ്രകാശ് പയ്യന്നൂർ പകർത്തിയ നിരവധി ഫോട്ടോകൾ പിന്നീട് മാഗസിന്റെ കവറുകളായി. അഭിമുഖങ്ങളുടെ ഭാഗമായി ചിത്രമെടുക്കാൻ കാവ്യയുടെ വീട്ടിൽ പോകേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ടായി. മകൾ വളർന്ന് വലിയ താരമായപ്പോഴും പഴയ അതേ മുഖത്തോടെ മാത്രമേ മാധവേട്ടൻ ഇടപെട്ടിരുന്നുള്ളൂ. വർഷങ്ങളോളം സിനിമാ ലൊക്കേഷനുകളിലായിരുന്നു മാധവേട്ടന്റെ ജീവിതം. കാവ്യയുടെ വിവാഹവും വേർപിരിയലും പിന്നീടുണ്ടാക്കിയ വിവാദങ്ങളുമെല്ലാം മാധവേട്ടനെ ഏറെ നൊമ്പരപ്പെടുത്തി. എന്നും സ്നേഹത്തോടെയും സൗമ്യമുഖത്തോടെയും മാത്രമേ മാധവേട്ടനെ കണ്ടിരുന്നുള്ളൂ. നീലേശ്വരം തിരക്കുള്ള പട്ടണമായി മാറി. പട്ടണം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുപ്രിയ ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി. നീലേശ്വരത്തെ കാവ്യയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പതിഞ്ഞ മാധവം എന്ന വീടും ഇന്നില്ല. ഇപ്പോഴിതാ കാവ്യയുടെ സ്നേഹനിധിയായ അച്ഛനും യാത്രയാവുകയാണ്. അവസാന യാത്രയ്ക്കായി മാധവേട്ടൻ ദീർഘകാലം ജീവിച്ച കൊച്ചി വെണ്ണലയിലെ സ്വപ്നഭവനത്തിൽ ഒരിക്കൽ കൂടിയെത്തും.